ടോപ്പ് ട്യൂഷന്റെ ഹിസ്റ്ററി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 8 ടുവാർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റിയിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വൈ ആർ മാസ്കുലിനിറ്റി ആൻഡ് ഫെമിനൈനിറ്റി കൺസിഡേർഡ് സോഷ്യൽ കൺസെപ്റ്റ്സ്? എന്തുകൊണ്ടാണ് മാസ്കുലിനിറ്റിനെയും ഫെമിനൈനിറ്റിനെയും സോഷ്യൽ കൺസെപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? അപ്പോൾ മാസ്കുലിനിറ്റിനെയും ഫെമിനൈനിറ്റിനെയും സോഷ്യൽ കൺസെപ്റ്റായി കൺസിഡർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകളിൽ നിന്നും അതുപോലെ തന്നെ പുരുഷനുകളിൽ നിന്നും സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്ന ബിഹേവിയേഴ്സും ക്വാളിറ്റീസും ആണ് ഇവ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ, സൊസൈറ്റി വന്നിട്ട് മെന്നിൽ നിന്നും സ്ട്രോങ്ങും അതുപോലെ തന്നെ അൺഇമോഷണൽ ആയിട്ടുള്ള ബിഹേവിയർ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതേസമയം വിമണിൽ നിന്ന് കെയറിങ്ങും അതുപോലെ തന്നെ ഇമോഷണലും ആണ് സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ബയോളജിക്കൽ ട്രേറ്റ്സ് അല്ല, സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Masculinity and femininity are considered social concepts because they describe the behaviors and qualities that society expects from men and women. For example, society might expect men to be strong and unemotional, that is masculinity, and women to be caring and emotional, that is femininity. These are not biological traits but are learned ideas about gender. Question: what is the Transgender Persons Protection of Rights Act 2019? Transgender Person Protection of Rights Act 2019 പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് ഓഫ് 2019 വന്നിട്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു ലോ ആണ്. അപ്പോൾ ഈ ഒരു ആക്ടിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ പീപ്പിളിന് അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്കുള്ള വെൽഫെയർ എൻഷുർ ചെയ്യുക എന്നതുമാണ്. ഇപ്പോൾ ഈ ഒരു ലോ വന്നിട്ട് എംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ പോലെയുള്ള ഏരിയാസിൽ ഈ ട്രാൻസ്ജെൻഡർ ഇൻഡിവിജ്വൽസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ പ്രോഹിബിറ്റ് ചെയ്യുകയും അതോടൊപ്പം അവരുടെ സെൽഫ് ജെൻഡർ ഐഡൻറ്റിറ്റി റൈറ്റ് റെക്കഗ്നൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The Transgender Persons Protection of Rights Act of 2019 is a law passed by the Indian Parliament. Its purpose is to protect the rights of transgender people and ensure their welfare. The law prohibits discrimination against transgender individuals in areas like education, employment, and healthcare and recognizes their right to self-perceived gender identity. Question: what were the unwritten laws? Unwritten laws ഏതൊക്കെയായിരുന്നു? അൺറിട്ടൺ ലോസ് എന്ന് പറയുന്നത് സോഷ്യൽ നോംസ് ആണ്. അതായത് ഇത് വന്നിട്ട് ബിഹേവിയർ റൂൾസ് ആണ്. ഇപ്പം ഈ റൂൾസ് ഒന്നും നമ്മുടെ ലോ ബുക്സിൽ എഴുതിയിട്ടില്ല, പക്ഷെ സൊസൈറ്റിയിലുള്ള ആളുകൾ ഈ റൂൾസ് മനസ്സിലാക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ചില നോംസ് വന്നിട്ട് പോസിറ്റീവ് ആണ്, പക്ഷെ ചില നോംസ് വന്നിട്ട് ഹാംഫുൾ ആണ്. അതായത് റെസ്പെക്റ്റിംഗ് എൽഡേഴ്സ് പോലെയുള്ള നോംസ് ഒക്കെ പോസിറ്റീവ് നോംസ് ആണ്, പക്ഷെ ജെൻഡറും കാസ്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഓൾഡ് കസ്റ്റംസ് ഒക്കെ വളരെ ഹാംഫുള്ളും ആണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The unwritten laws are social norms. These are rules of behavior that are not written down in law books but are understood and followed by people in a society. While some norms are positive, like respecting elders, others can be harmful and discriminatory, like old customs related to caste or gender. Question: why is the right to freely express one's gender identity important? എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ജെൻഡർ ഐഡന്റിറ്റി ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? അപ്പോൾ ഒരു വ്യക്തിയുടെ ജെൻഡർ ഐഡന്റിറ്റി ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് വന്നിട്ട് ഒരു വ്യക്തിയുടെ ഡിഗ്നിറ്റിയും അതുപോലെ തന്നെ ഇൻഡിവിജ്വാലിറ്റീൻ്റെ ഫണ്ടമെന്റൽ പാർട്ടാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ആർട്ടിക്കിൾ 19(1)(a) വന്നിട്ട് ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഡിസ്ക്രിമിനേഷനും അതുപോലെ ഹാരാസ്മെൻറ്റ് പോലെയുള്ള പേടി കൂടാതെ അവരുടെ ഡ്രസ്സിലൂടെയും ബിഹേവിയറിലൂടെയും അതുപോലെ ആക്ഷൻസിലൂടെയും ജെൻഡർ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യണമെന്നാണ്. പിന്നെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The right to freely express one's gender identity is important because it is a fundamental part of a person's dignity and individuality.
Article 19(1)(a) of the Constitution supports this by protecting freedom of expression. This means everyone should be free to express who they are through their dress, behavior, and actions without fear of discrimination or harassment. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: What is the significance of Commission of Sati Prevention Act 1987? Commission of Sati Prevention Act 1987 സിഗ്നിഫിക്കൻസ് എന്താണ്? ഇപ്പോൾ കമ്മീഷൻ ഓഫ് സതി പ്രിവെൻഷൻ ആക്ട് 1987 പറയുന്നത് വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം സതി പറയുന്ന ഇല്ലീഗൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ക്രൂവൽ പ്രാക്ടീസ് വന്നിട്ട് ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലീഗലാക്കി. അതുകൊണ്ടാണ് ഇത് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറയുന്നത്. ഈ ഒരു ലോ വന്നിട്ട് സതി പോലത്തെ പ്രാക്ടീസ് നിർത്തുക മാത്രമല്ല ചെയ്തത്, അതോടൊപ്പം ഈ ഒരു പ്രാക്ടീസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ക്രൈം ആക്കി കൂടെ അവർ മാറ്റിയിട്ടുണ്ട്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Commission of Sati Prevention Act of 1987 is significant because it made the practice of sati completely illegal in India. This law not only banned the act of forcing a widow to burn herself but also made it a crime to support or glorify sati in any way. It was an important legal step to end this brutal and inhuman social evil. Question: How do gender roles limit an individual's potential? എങ്ങനെയാണ് ജെൻഡർ റോള് ഒരു ഇൻഡിവിജ്വലിന്റെ പൊട്ടൻഷ്യലിനെ ലിമിറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ജെൻഡർ റോൾ വന്നിട്ട് ഇൻഡിവിജ്വലിന്റെ പൊട്ടൻഷ്യൽ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് വെച്ചാൽ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ എന്തൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എന്തൊക്കെ അവർക്ക് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു നാരോ എക്സ്പെക്റ്റേഷൻ ആണ് ഇതിലൂടെ ക്രിയേറ്റ് ആവുന്നത്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബോയിനോട് പറയുകയാണ് കുക്കിംഗ് പറയുന്ന ജോബ് വിമൻസിനുള്ളതാണ്. അപ്പോൾ ആ കുട്ടി ആ ഒരു ജോബിൽ ഇൻട്രസ്റ്റ് കാണിക്കാൻ താല്പര്യപ്പെടുകയില്ല, ആ ഒരു സ്കിൽ ആ കുട്ടിക്ക് കിട്ടുകയും ചെയ്യില്ല. അതേസമയം ഒരു ഗേളിനോട് പറയുകയാണ് എഞ്ചിനീയറിങ്ങും സയൻസും ഒക്കെ മെന്നിന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ കുട്ടീൻ്റെ മനസ്സിൽ ചിന്ത വരും ഇതൊക്കെ മെന്നിനുള്ളതാണ്, നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ള കഴിവുണ്ടാവില്ല. അതോടെ ആ കുട്ടിക്ക് അതിൻ്റെ ആ ഒരു ഏരിയയിലുള്ള സ്കില്ല് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Gender roles limit an individual's potential by creating narrow expectations about what they can or should do in life. For example, if a boy is told that cooking is a woman's job, he may never develop an interest or skill in it. Similarly, if a girl is told that certain careers in science or engineering are for men, she might not pursue her talent in those fields. Question: What is social stratification? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിയിലുള്ള ജനങ്ങളെ ഡിഫറെൻറ്റ് ലെയേഴ്സ് അല്ലെങ്കിൽ ലെവൽസ് ആക്കി റാങ്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇതിനകത്ത് ചില ആളുകൾക്ക് ഹയർ സ്റ്റാറ്റസും അതുപോലെ മറ്റുള്ളവനേക്കാളും കൂടുതൽ പവർ ലഭിക്കും. അപ്പോൾ ഈ ഒരു സൊസൈറ്റിയിലുള്ള ഹൈറാർക്കി വന്നിട്ട് ഇന്നിക്വാളിറ്റിക്കാണ് ലീഡ് ചെയ്യുന്നത്. അതായത് സ്ലേവറി അതുപോലെ കാസ്റ്റ് സിസ്റ്റം ഒക്കെ ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന് എക്സാമ്പിളാണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇസ് ദ സിസ്റ്റം ഓഫ് റാങ്കിങ് പീപ്പിൾ ഇൻ എ സൊസൈറ്റി ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓർ ലെവൽസ് വേർ some people have a higher status and more power than others. This creates a hierarchy in society leading to inequality. Systems like slavery and the caste system are examples of social stratification. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question: What is the connection between gender inequality and social stratification? ജെൻഡർ ഇനീക്വാലിറ്റിയും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ഇപ്പോൾ ജെൻഡർ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ഒരു ഫോമാണ്. അതായത് കുറേ സൊസൈറ്റീസിൽ വന്നിട്ട് ജെൻഡറിൻ്റെ ബേസിസിലായിരിക്കും പീപ്പിളിനെ റാങ്ക് ചെയ്യുന്നത്. അതായത് മെന്നിനായിരിക്കും കൂടുതൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ കൂടുതൽ പവറും കിട്ടുന്നത്. അതായത് വിമണിനെക്കാളും കൂടുതൽ മെന്നിനായിരിക്കും കിട്ടുന്നത്. പിന്നെ സെക്കൻഡ് വരുന്നതായിരിക്കും വിമണ്, തേർഡ് ആയിരിക്കും മറ്റ് ജെൻഡേഴ്സും. ഈ ഒരു ഹൈറാർക്കിക്കൽ അറേഞ്ച്മെന്റ് വന്നിട്ട് ഓപ്പർച്യൂണിറ്റീസിലും റിസോഴ്സസിലും അതുപോലെ സോഷ്യൽ വാല്യൂയിലും ഇനീക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ജെൻഡർ ഇനീക്വാലിറ്റി ഈസ് എ ഫോം ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ
In many societies, gender is used as a basis to rank people, with men often placed in a higher stratum with more power and status than women and other genders. This hierarchical arrangement creates and maintains inequality in opportunities, resources, and social value. Question: why is it problematic to say all women are affectionate? എന്തുകൊണ്ടാണ് all women are affectionate എന്ന് പറയുന്നത് പ്രോബ്ലമാറ്റിക് ആണ് എന്ന്? അപ്പോൾ all women are affectionate എന്ന് പറയുന്നത്, അതായത് എല്ലാ വിമണും അഫെക്ഷനേറ്റ് ആണ് എന്ന് പറയുന്നത് പ്രോബ്ലമാറ്റിക് ആണ്. കാരണം ഇതൊരു സ്റ്റീരിയോ ടൈപ്പ് ആണ്. അപ്പൊ ഇത് വന്നിട്ട് ഒരു എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് പറയുന്നത്. ഇത് ശരിക്കും സത്യമല്ല, അല്ലെങ്കിൽ അത് അൺഫെയർ ആണ്. കാരണം എന്താ വെച്ചാൽ എല്ലാ വിമണും അഫെക്ഷനേറ്റ് ആയിരിക്കില്ല. കുറച്ച് വിമൻസ് ആയിരിക്കും അഫെക്ഷനേറ്റ്, അതേപോലെ മെന്നും അഫെക്ഷനേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് വന്നിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് പീപ്പിളിന്റെ ഇടയിൽ ഡൈവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഇൻഡിവിജ്വാലിറ്റിയാണ് ഇഗ്നോർ ചെയ്യുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇറ്റ് ഈസ് പ്രോബ്ലമാറ്റിക് ടു സേ ഓൾ വിമൻ ആർ അഫെക്ഷനേറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ സ്റ്റീരിയോടൈപ്പ്. ഇറ്റ് മേക്സ് എ ജനറലൈസ്ഡ് അസംഷൻ അബൌട്ട് എൻ എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിച്ച് ഇസ് അൺഫെയർ ആൻഡ് ഓഫൺ അൺട്രൂ. While many women may be affectionate, many men are too, and some women may not be. Such statements ignore the diversity and individuality of people. Question: classify the following statements into laws and norms. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും, അതിന് ലോസിലോട്ടും നോംസിലോട്ടും ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ടേബിൾ രൂപത്തിലാണ് അത് തന്നിരിക്കുന്നത്. രണ്ട് കോളം ഉണ്ട് ടേബിളിനകത്ത്. ഫസ്റ്റ് കോളം പറയുന്നത് ലോസും സെക്കൻഡ് കോളം പറയുന്നത് നോംസും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ലോസ് എന്ന് ഡിസ്കസ് ചെയ്യാം. അല്ല, ആദ്യത്തെ പറയുന്നത് ഡു നോട്ട് ഫിസിക്കലി ഹറാസ് എനിവൺ, ആരെയും ഫിസിക്കലായിട്ട് ഹറാസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതൊരു ലോ ആണ്. പിന്നെ വന്നിട്ട് ടു വീലർ റൈഡേഴ്സ് ഷുഡ് വെയർ ഹെൽമെറ്റ്സ്, ടു വീലർ റൈഡ് ചെയ്യുന്നവർ ഹെൽമെറ്റ് ധരിക്കണമെന്നാണ്. അപ്പം അതും ഒരു ലോ ആണ്. പിന്നെ വന്നത് എവറി ഇൻഡിവിജ്വൽ ഹാസ് ദ റൈറ്റ് ടു ലെജിറ്റിമേറ്റ് ഇലക്ഷൻസ്, ഓരോ ഇൻഡിവിജ്വൽസിനും വോട്ട് ചെയ്യാനുള്ള പവർ ഉണ്ട്. അപ്പം അത് ലോ ആണ്. ഗിവിങ് ആൻഡ് ആക്സെപ്റ്റിംഗ് ഡൗറി ഈസ് എ ക്രൈം, സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ക്രൈമാണ്. അപ്പം അതും ഒരു ലോ ആണ്. ഇനി ഏതൊക്കെയാണ് നോംസ് വരാൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ നോം വന്നിട്ട് ഡു നോട്ട് വേസ്റ്റ് ഡ്രിങ്കിങ് വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊരു നോമാണ്, ഇത് നമ്മുടെ ലോസിലൊന്നും വരുന്നില്ല. പിന്നെ വരുന്നത് റെസ്പെക്ട് ദ എൽഡർലി സിറ്റിസൺസ്, എൽഡർലി സിറ്റിസൺസിനെ റെസ്പെക്ട് ചെയ്യുക. അപ്പോൾ ഇതും നോമാണ്. പിന്നെ വരുന്നത് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് എനിവൺ ഓൺ ദ ബേസിസ് ഓഫ് ഫിസിക്കൽ ഫീച്ചേഴ്സ്, ഫിസിക്കൽ ഫീച്ചേഴ്സിന്റെ ബേസിസിൽ ആരിനെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതും ഒരു നോമാണ്. പിന്നെ ലാസ്റ്റ് വരുന്നത് പ്രൊട്ടക്ട് ദ എൽഡർലി സിറ്റിസൺസ്, എൽഡർലി സിറ്റിസൺസിനെ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പോൾ ഇതും ഒരു നോമാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് സോഷ്യലൈസേഷൻ? സോഷ്യലൈസേഷൻ പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിയിലുള്ള വാല്യൂസ്, ബിഹേവിയേഴ്സ്, അതുപോലെ തന്നെ ബിലീഫ്സിനെ കുറിച്ചുള്ള ലൈഫ് ലോങ് പ്രോസസ് ഓഫ് ലേണിംഗ് ആണ്. അതായത് നമ്മൾ ജനിച്ച മുതൽ ഫാമിലിയിൽ നിന്നും സ്കൂളിൽ നിന്നും കമ്മ്യൂണിറ്റിയിൽ നിന്നും എങ്ങനെ ആക്ട് ചെയ്യണം, എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പഠിക്കും. ഈ ഒരു പ്രോസസ്സ് വന്നിട്ട് നമ്മളെ സൊസൈറ്റിയിലെ ഒരു പാർട്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ സോഷ്യലൈസേഷനിലൂടെയാണ് നമ്മൾ ജെൻഡർ റോൾസും അതുപോലെ തന്നെ എക്സ്പെക്ടേഷൻസ് ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Socialization is the lifelong process of learning the values, behaviors, and beliefs of society. From birth, we learn how to act and behave from our family, school, and community. This process helps us to become a part of our society. It is through socialization that we learn about gender roles and expectations. Subscribe to this channel for more videos like this. Question: what is the difference between ascribed status and achieved status? Ascribed statusum achieved statusum തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പോൾ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന സോഷ്യൽ പൊസിഷനാണ്. അത് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഏജ്, റേസ്, സെക്സ് എന്നിവയൊക്കെ. ഇനി അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി ആ വ്യക്തിയുടെ എഫേർട്ട്, എബിലിറ്റീസ്, ചോയ്സസിലൂടെ ഏൺ ചെയ്യുന്ന പൊസിഷനാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷണൽ ഡിഗ്രി കിട്ടുക, അതുപോലെ തന്നെ ജോബ് ലഭിക്കുക, അതുപോലെ സ്കില്ല് അക്വയർ ചെയ്യുക എന്നിവയൊക്കെ. അപ്പം പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. An ascribed status is a social position that a person gets at birth and cannot choose, such as their age, race, or sex.
An achieved status, however, is a position that a person earns through their own efforts, abilities, and choices. Examples of achieved status include getting an educational degree, having a certain job, or acquiring a skill. Question: What is a just society? Just society പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ജസ്റ്റ് സൊസൈറ്റി പറയുന്നത് ഒരു സൊസൈറ്റി ആണ്. ഇതിനകത്ത് ഓരോ ഇൻഡിവിജ്വലും ഈക്വൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് സോഷ്യലും എക്കണോമിക്കും അതുപോലെ പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഒക്കെ ഈക്വൽ ആയിട്ടാണ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൊസൈറ്റിയിൽ കാസ്റ്റ് ബേസിസിലോ അല്ലെങ്കിൽ റിലീജിയൻ ബേസിസിലോ ജെൻഡർ ബേസിസിലോ ഡിസ്ക്രിമിനേഷനും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ VR കൃഷ്ണൻ അയ്യർ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ ജസ്റ്റ് സൊസൈറ്റി പറയുന്നത് ഒരു സൊസൈറ്റിയാണ്. ഇതിനകത്ത് ഓരോ മെമ്പേഴ്സും ഹാപ്പിനെസ്സും വെൽഫെയറും എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പം ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. A just society is one where every individual is treated equally and receives social, economic, and political justice. In such a society, there is no discrimination against anyone based on their caste, religion, or gender. As VR Krishna Iyer said, it is a society where every member enjoys happiness and welfare. Question: What did the Supreme Court say in the Nelsa vs. Union of India case in 2014? 2014-ലുള്ള നെൽസ vs. യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോർട്ട് എന്താണ് പറഞ്ഞത്? ഇപ്പം നെൽസ vs. യൂണിയൻ ഓഫ് ഇന്ത്യ 2014 കേസിനകത്ത് സുപ്രീം കോർട്ട് എന്താ പറഞ്ഞു വെച്ചാൽ ട്രാൻസ്ജെൻഡർ പീപ്പിളിനെ തേർഡ് ജെൻഡർ ആയിട്ട് ഒഫീഷ്യലായിട്ട് റെക്കഗ്നൈസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ കോർട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സണിൻ്റെ ഐഡൻറ്റിറ്റി പറയുന്നത് ഒരു ജെൻഡറിൻ്റെ കോർ പാർട്ടാണെന്നും ഓരോ വ്യക്തിക്കും അവരുടെ ജെൻഡർ സെൽഫ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വന്നിട്ട് ഇന്ത്യയിലുള്ള ട്രാൻസ്ജെൻഡർ ഇൻഡിവിജ്വൽസിൻ്റെ റൈറ്റ്സും ഫ്രീഡവും എൻഷുർ ചെയ്യുന്നതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു, അല്ലെങ്കിൽ മേജർ സ്റ്റെപ്പായിരുന്നു. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. In the landmark Nelsa vs. Union of India case in 2014, the Supreme Court of India officially recognized transgender people as a third gender. The court ruled that gender is a core part of a person's identity and that everyone has the right to self-identify their gender. This verdict was a major step towards ensuring rights and freedom for transgender individuals in India. Question: Who is Claudia Goldin? Claudia Goldin ആരാണ്? ക്ലൗഡിയ ഗോൾഡിൻ എന്ന് പറയുന്നത് 2023 എക്കണോമിക് സയൻസിൽ നോബൽ പ്രൈസ് അവാർഡ് നേടിയ എക്കണോമിസ്റ്റ് ആണ്. അപ്പോൾ ക്ലൗഡിയ ഗോൾഡിൻ വന്നിട്ട് വർക്ക് ഫോഴ്സിലുള്ള വിമണിനെ കുറിച്ചുള്ള റിസർച്ചിനാണ് പ്രൈസ് റിസീവ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Claudia Goldin is an economist who was awarded the Nobel Prize in Economic Science in 2023. She received the prize for her research on women in the workforce. Her work provided a comprehensive understanding of the reasons for gender differences in earnings and why women are often underrepresented in the labor market. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.